മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ബെൻസൺ കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇപ്പോൾ ആളുകൾ എല്ലാവരും അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾ, അഭയം തേടിയെത്തിയവർ എല്ലാം ഒന്നിച്ചു കഴിയുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ രാത്രിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാ അവശ്യ വസ്തുക്കളും സജ്ജമാണ് എന്ന് കരുതുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വയനാട് ജില്ലയിൽ 8000-ലധികം ആളുകളാണ് ഈ ക്യാമ്പുകളിൽ നിലവിൽ കഴിയുന്നത്. ഈ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് 3000-ലധികം ആളുകൾ 9 ഇടങ്ങളിലായി കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അതിൽ ഈ ചൂരൽമല ഭാഗത്തു നിന്നും മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഈ ഉരുൾപൊട്ടി എത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത് ഇനി കൂടുതലായി ഉണ്ടാവാൻ, അല്ലെങ്കിൽ അതിൻ്റെ അപകടം ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും സാധ്യമായ ആ രീതിയിലുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിച്ച 9 ക്യാമ്പുകളാണ്. ഈ ഉരുൾപൊട്ടൽ മാത്രമായി ബന്ധപ്പെടുത്തി 9 ക്യാമ്പുകളാണുള്ളത്. അതിലേകദേശം 3000-ഓളം ആളുകൾ കഴിയുന്നുണ്ട്. നിലവിൽ നമ്മൾ ഈ 2 ദിവസങ്ങളിലായി ഈ ക്യാമ്പുകളിലെ നിരവധി ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത് അതേ അപകടത്തിൻ്റെ ഭീതിയും അതേ സങ്കടവും തന്നെയായിരുന്നു. നിലവിൽ ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പുകളിൽ എത്തുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും എല്ലാ ദിവസവും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ എത്തുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്ന എല്ലാ ക്യാമ്പിലും അവിടുത്തെ എല്ലാ പ്രവർത്തനവും കൃത്യമായി നടക്കുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ സജ്ജമാണ്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഇവിടെ ഈ ക്യാമ്പിലെ ഈ മഴയാണ് നമുക്കറിയാം. അപ്പോൾ വലിയ ചെളി ഭാഗങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആളുകൾ നടന്ന് ചെളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി സന്നദ്ധ സേനാ പ്രവർത്തകർ നിലം വൃത്തിയാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ വിവിധ രൂപത്തിൽ വിവിധ ആളുകൾ ഈ ക്യാമ്പുകളിൽ എത്തി ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ള അന്തേവാസികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്ന കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ മുതൽക്കേ നിരവധി ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാവരും അവരുടെ ഒരു ഭയം, അല്ലെങ്കിൽ അവരുടെ ഒരു ആശങ്ക മുൻപോട്ട് വയ്ക്കുന്നത് ഈ ഒരു ക്യാമ്പിൽ നിന്നും പുറത്ത് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ക്യാമ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഇനി എങ്ങോട്ട് പോകുമെന്നൊരു ഭയം, അല്ലെങ്കിൽ അത്തരമൊരു ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു ദുരന്ത മുഖത്തെത്തി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രി അവലോകന യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും, അവർക്ക് അടിയന്തരമായി ലഭിക്കേണ്ട എല്ലാ ആവശ്യങ്ങളും അവിടെ ലഭിക്കും. നമുക്കറിയാം, ഇവിടെ കൃത്യമായ മെഡിക്കൽ സംവിധാനം, അതുപോലെ തന്നെ വെള്ളം, വസ്ത്രം, അങ്ങനെ ഭക്ഷണം എല്ലാം കൃത്യമായി ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ അതിശക്തമായ മഴ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ അടക്കം പകരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ ക്യാമ്പുകളിലുള്ള എല്ലാവർക്കും മാസ്ക്, അതുപോലെ തന്നെ സാനിറ്റൈസർ സംവിധാനം എല്ലാം തന്നെ കൃത്യമായി നൽകുന്നു. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടരാതിരിക്കാൻ ഗുളികകൾ, അത്തരം രോഗങ്ങൾ, അല്ലെങ്കിൽ എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടരാതിരിക്കാനുള്ള ഗുളികകൾ ഇവിടെ നൽകുന്നു. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ അവർക്ക് അടിയന്തരമായി ലഭിക്കേണ്ട ചികിത്സകൾ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ CPI നേതാവ് ആനി രാജയുമായി സംസാരിച്ചപ്പോൾ അവർ മുൻപോട്ട് വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് അടിയന്തരമായി ലഭ്യമാക്കണമെന്ന ആശയം അവർ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആവശ്യം അവർ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ബ്രീഫ് ചെയ്ത കൂട്ടത്തിൽ അക്കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ കൂടുതലായും മാനസികമായി തളർന്നു നിൽക്കുന്ന ആളുകളാണ്. അതിൽ നിരവധിയായിട്ടുള്ള കുട്ടികളടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് 24 മണിക്കൂറും സജ്ജമാക്കുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് സെന്ററുകൾ നിലവിലെ ഈ എല്ലാ ക്യാമ്പുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൃത്യമായും നടക്കുന്നുണ്ട്. നിലവിൽ ഓരോ സമയത്തും കൃത്യമായ ഇടവേളകളിൽ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു. ഇവിടെ ക്യാമ്പുകളിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ വിവിധ സന്നദ്ധ സംഘടനയുടെ ആളുകളുണ്ട്, നേതാക്കളുണ്ട്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെയുണ്ട്. നിരവധി ഇടങ്ങളിൽ നിന്നും ഭക്ഷണം, വസ്ത്രം അടക്കമുള്ള സാധനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർക്കുന്നുണ്ട്. ഇവിടെ ക്യാമ്പിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ
വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുണ്ട്. അവയെല്ലാം കൃത്യമായും ഇവിടെ ഓരോ ഇടവേളകളിൽ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായും ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ഈ ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആളുകളാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇവിടെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ അത് വിളമ്പുന്നതിനാവശ്യമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ജില്ലയുടെയും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള യുവാക്കൾ അടക്കമുള്ള ആളുകളാണ്. നിരവധി ചെറിയ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് എത്തിച്ചേരുന്ന ആംബുലൻസുകളുണ്ട്. അതായത് മറ്റ് ഇടങ്ങളിൽ നിന്നും ഇന്നും നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നിരവധി ആളുകളെ മറ്റിടങ്ങളിൽ നിന്നും ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ച കൊണ്ട്, അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ മറ്റിടങ്ങളിലേക്ക് ചുണ്ടയിൽ, അതുപോലെ തന്നെ ഈ സമീപത്തെ മുട്ടിൽ അടക്കമുള്ള ഇടങ്ങളിൽ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പുകളുണ്ട്. അവിടേക്ക് ഇവിടെ നിന്നും ആളുകളെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായി നിരവധി വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. ആ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ സംവിധാനങ്ങൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു അപകടത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന അവർക്ക് മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകാൻ കൃത്യമായും സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്യാമ്പിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്നതാണ് ചെയ്യുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ക്യാമ്പിലെ ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് ഇവിടം വൃത്തിയാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിലെ അന്തേവാസികൾക്ക് കൃത്യമായും ഭക്ഷണവും വെള്ളവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഈ ക്യാമ്പിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ മൃതശരീരങ്ങൾ, മറ്റ് നിലമ്പൂരിൽ നിന്നടക്കമുള്ള മൃതശരീരങ്ങൾ എത്തിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ക്യാമ്പിൻ്റെ അപ്പുറത്തെ വശത്താണ് ഈ ചൂരൽമലയിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന മൃതദേഹങ്ങൾ കൊണ്ടെത്തുന്ന PHC അടക്കമുള്ളത്. അപ്പോൾ ആ ഇടങ്ങളിലെ ആളുകളും ഈ ക്യാമ്പുകളിൽ എത്തി ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ ക്യാമ്പിലുള്ള നിരവധി ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് പലയിടങ്ങളിലും അന്വേഷിച്ചു. നമുക്കറിയാം, ആശുപത്രികളിൽ മൃതദേഹങ്ങളായി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ഈ മലപ്പുറം ഭാഗത്ത് നിന്ന് നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 100-ലധികം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് അന്വേഷിച്ചെത്തിയ ആളുകൾ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. അതിൽ കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ കഥകൾ, ഈ ഭീതിയുടെ കഥകൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. അതിൽ ഇന്ന് സംസാരിച്ച ചില മാതാപിതാക്കളുണ്ട്. അവർക്ക് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. മറ്റിടങ്ങളിൽ നിന്നും വിവാഹം കഴിച്ച് ഇവിടെ വന്ന ആളുകളുണ്ട്. അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വേദനയുടെ കഥകളാണ് ഓരോ ആളുകൾക്കും പറയാനുണ്ടായിരുന്നത്. നിലവിൽ ഈ ക്യാമ്പിലുള്ള ആളുകളെല്ലാവരും തന്നെ അവരുടെ മുറികളിൽ ആണ് ഉള്ളത്. ഇവിടെ ഈ പുറത്തില്ല, അവരെല്ലാവരും തന്നെ മുറികളിലാണുള്ളത്. അവിടേക്ക് നമുക്ക് മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. കാരണം അവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവിടേക്ക് നമുക്ക് പ്രവേശനമില്ലാത്ത സാഹചര്യമാണുള്ളത്. നിലവിൽ നമുക്കറിയാം, ഈ അപകടം നടന്നതിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ഈ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ അപകടത്തിൻ്റെ തോത് അത്രത്തോളം വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ് ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ദുരന്തമുഖത്ത് നിന്നും, അതായത് ഈ മലവെള്ളം ഇടിച്ചു വന്ന് അല്ലെങ്കിൽ ഒഴുകി വന്ന് അരയോളം അല്ലെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിപ്പോയതിനു ശേഷം അവിടെ നിന്നും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ക്യാമ്പുകളിലേക്ക് എത്തിയ നിരവധി ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ സന്നദ്ധ സേനാ പ്രവർത്തകരെയാണ്. കാരണം നമുക്കറിയാം, ഈ ക്യാമ്പിൻ്റെ ഈ പുറം ഭാഗത്തെല്ലാം തന്നെ ഓപ്പണായി കിടക്കുന്ന സ്ഥലമാണ്. അതായത് എപ്പോൾ മഴ പെയ്താൽ നനഞ്ഞുകൊണ്ട് ഇവിടെ സന്നദ്ധ സേനാ പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാനുണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ വിവിധ യുവജന സംഘടനകളുടെ ഭാഗമായി ഇവിടെ നിന്നുകൊണ്ട് ഈ സന്നദ്ധ സേനാ പ്രവർത്തനം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കാഴ്ച കണ്ടു. അതിശക്തമായ മഴയിൽ ഒരു കോട്ട് പോലും ഇടാനില്ലാതെ നനഞ്ഞുകൊണ്ട് നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നിരവധിയായിട്ടുള്ള യുവാക്കളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായും തങ്ങളാലാവുന്ന വിധത്തിൽ
ഈ ഒരു അപകടത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അപകടത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് തങ്ങളാലാവുന്ന വിധത്തിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവരാലാവുന്ന വിധത്തിലുള്ളൊരു കൈത്താങ് നൽകുന്ന ഒരു ജനതയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാദി. ശരി ബെൻസൺ.